9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച അച്ഛൻ തിരുവനന്തപുരം വർക്കലയിൽ അറസ്റ്റ്. അച്ഛനൊപ്പം ജലദോഷത്തിന് ആശുപത്രിയിലേക്ക് പോയ കുട്ടിയെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെത്തിച്ചായിരുന്നു പീഡനം. 2019-ലും മകളെ പീഡിപ്പിച്ചതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു. അന്ന് സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് കോടതി ഇയാളെ വെറുതെ വിടുകയായിരുന്നു. സലാം പി ഹൈദോസ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. സലാം, ഹീനവും ഏറെ സങ്കടകരവുമായ സംഭവം. സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട 3ാം ക്ലാസ്സുകാരിയെ അമ്മയടക്കം അന്ന് അവിശ്വസിച്ചു. സമാനമായ ദുരനുഭവം 6 വർഷത്തിനിപ്പുറവും. നമസ്കാരം. നമ്മുടെ ഈ കേരളത്തില് ഓരോ ദിവസവും നമ്മളെയെല്ലാം ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യര് മൃഗങ്ങളായി മാറിയിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് പക്ഷെ ഇതിലും ബുദ്ധിയും വിവേചനവും ഉണ്ടെന്നാണ് ഈ മനുഷ്യരെക്കാളും നമുക്ക് ഓരോ പ്രവൃത്തികൾ കൊണ്ട്, മനുഷ്യരുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ കേൾക്കാനിടയായ ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് വർക്കലയില് അച്ഛന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ പീഡിപ്പിച്ചുവെന്ന്. ഇവനൊക്കെ ഒരു തന്തയാണോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. സ്വന്തം മകളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അയാൾ ജന്മം നൽകിയിരിക്കുന്ന മകളെ. സാധാരണ മക്കൾക്ക്, പെൺമക്കൾക്ക് അച്ഛന്മാരോട് വളരെ ഇഷ്ടമാണ്. അവർക്കൊരു പെൺമക്കളോട് ആൺകുട്ടികളെക്കാളും പിതാക്കന്മാർക്ക് ഒരു കുറച്ചും കൂടെ അടുപ്പവും സ്നേഹവും കരുതലുകളും ഒക്കെ ഉള്ളതാണ് അമ്മയെക്കാളും. അങ്ങനെയാണ് നമ്മൾ പൊതുവേ കാണുന്നത്. എന്നും പറഞ്ഞ് അമ്മയ്ക്ക് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് പിതാവിനോട് ഒരു പ്രത്യേക ഒരു അടുപ്പമാണ് മിക്ക കുടുംബങ്ങളിലും കാണുന്നത്. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ അത്രയും സേഫായിട്ട് സംരക്ഷിക്കേണ്ട പിതാവാണ് ഈ മകളോട് ഇങ്ങനത്തെ നീച പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇയാളെയൊക്കെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറയും, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അരിശം കൊണ്ട് പറയും, ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഇവനെ തീർക്കണമെന്ന്. സത്യമാണത്. കാരണം ഇങ്ങനെ നല്ല അച്ഛന്മാരുടെ മാനം കളയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്ന യുവന്മാരെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലെ നിയമമാണ് നമ്മുടെ ഇവിടെ നടപ്പിലാക്കേണ്ടത്. അതിൻ്റെ ഒരു കുറവ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും കുറ്റവാളികൾ വീണ്ടും വീണ്ടും കുറ്റവാളികൾ നമുക്കിടയിലേക്ക് ഉണ്ടാകുന്നത്. ഇയാള് ഇതിനു മുമ്പ് ഈ കുട്ടീനെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പീഡിപ്പിച്ചിരുന്നു. അന്ന് ആ കുട്ടി അമ്മയോട് പറഞ്ഞതാണ്. പക്ഷെ അമ്മ അതത്ര കാര്യമാക്കിയില്ല, വെറുതെ പറയുന്നതാണ് എന്നാണ് കരുതിയത്. പിന്നീട് ഇയാൾ ഈ കാര്യത്തിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് ഇയാളെ കോടതി വെറുതെ വിടുകയും ചെയ്തു, ശിക്ഷിക്കാതെ. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 1ാം പ്രതി എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. കാരണം കുറ്റവാളികളെ ശിക്ഷിക്കാതെ അവരെ കുറച്ച് നാൾ കഴിയുമ്പം വെറുതെ വിടുമ്പോൾ വീണ്ടും അതിനും ശക്തിക്ക് നമ്മുടെ നിയമത്തിനെയൊക്കെ പുച്ഛിച്ച് തള്ളി വീണ്ടും അതിന് കൂടുതൽ ശക്തിക്ക് വീണ്ടും ഓരോ ക്രൂര കൃത്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പം അതുകൊണ്ട് എന്തായി? അയാൾ വീണ്ടും മകളെ, ഈ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഈ കുട്ടി പറഞ്ഞത്. അത് കാരണമായിരിക്കാം അയാളെ അച്ഛൻ്റെ കൂടെ വീണ്ടും അയാൾ ഈ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ വഴിയെ അയാൾ പൊന്മുടിയിൽ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഈ കുട്ടീനെ പീഡിപ്പിച്ചത്. കുട്ടി തിരിച്ചു വന്നപ്പോൾ കുട്ടിക്ക് വളരെ അസ്വസ്ഥതയായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആ കുട്ടിക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അമ്മ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി സംഭവം പറഞ്ഞത്. പിന്നീട് മാതാവ് കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യം വെളിച്ചത്തായത്. അന്ന് ആ കുട്ടി നേരത്തെ പറഞ്ഞപ്പോൾ മാതാവ് ഇത് കാര്യം കണക്കാക്കാതിരുന്നത് കൊണ്ടാണ് ഈ പിന്നീട് മകൾക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായത്. ഇവനൊക്കെ എന്തൊരു തന്തയാണ്! സ്വന്തം മക്കളെ പീഡിപ്പിക്കുക. ഇപ്പോഴത്തെ കാലത്ത് സെക്സിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മയാണോ പെങ്ങളാണോ മക്കളാണോ എന്നൊന്നും തിരിച്ചറിയത്തില്ലാത്ത ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് പോവുകയാണ്. ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഓരോ ഫോണിൽ കൂടെ ഓരോ വീഡിയോകളൊക്കെ കണ്ട് അതിന് അഡിക്റ്റ് ആയിട്ട്, നമ്മൾ ഇന്നലെ കേട്ട വാർത്തയാണ്, ഒരു 4 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ അനിയന് പീഡിപ്പിച്ചെന്ന്. 2 വയസ്സ് മുതലാണ് ആ കുട്ടി നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് മനുഷ്യർക്ക് ഇപ്പം ആരാണെന്നോ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ ഒന്നും അറിയത്തില്ല. സ്വന്തം ചോരയാണെങ്കിൽ പോലും
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. അത്രയും ക്രൂരന്മാരായിപ്പോയി നമ്മുടെ മനുഷ്യർ. എങ്ങനെ വിശ്വസിച്ചാണ് നമ്മൾ നമ്മുടെ മക്കളെ വീട്ടിൽ നിർത്തിയിട്ട് എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുന്നത്? അങ്ങനെ പോകാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് അവരുടെ കൂടെ തന്നെ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ചില മാതാപിതാക്കളുണ്ട്, കുഞ്ഞല്ലേ എന്നൊക്കെ കരുതി അയലോക്കത്തെ വീടുകളിൽ ആക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. അവധിക്ക് അച്ഛനും അമ്മയും കൂടെ ഇല്ലാതെ ബന്ധുക്കളുടെ വീട്ടിലും അയൽപക്കത്തും ഒക്കെ കൊണ്ടുപോയി ആക്കും. പക്ഷേ തങ്ങളുടെ മക്കൾ എത്രത്തോളം സേഫ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ള വീടുകളിൽ അവിടെ ഈ കുട്ടികളെ കഴുകന്മാരുടെ കണ്ണുകളിലൂടെയായിരിക്കും വീക്ഷിക്കുന്നത്. പിന്നീട് കുട്ടികൾ പീഡനത്തിന് ഇരയാവുകയും ചെയ്യുന്നു. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണ് കൂടുതലും കുട്ടികൾക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ്. തനിക്ക് സംരക്ഷണവും എല്ലാ കരുതലുകളും നൽകേണ്ട പിതാവ് തന്നെയാണ്. ഇയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെയുള്ള പിതാക്കന്മാർ ഉടലെടുത്തെന്നിരിക്കും. നമ്മുടെ മാതാപിതാവ് എന്നൊക്കെയുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു പവിത്രത അതൊന്നും ഇല്ലാതെ നശിപ്പിച്ചു കളയുന്ന ഈ കൂട്ടരെ തക്കതായ ശിക്ഷ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൊടുത്തു തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.